മലപ്പുറം വേങ്ങരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കും മുൻപ് രാഷ്ട്രീയ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വേങ്ങര മണ്ഡലത്തിലെ കണ്ണമംഗലം പഞ്ചായത്ത് 1-ാം വാർഡിൽ ഈ മാസം 17 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. ജനകീയ മുന്നണിയും മുസ്ലിം ലീഗും തമ്മിലാണ് മത്സരം. തന്നെ ബലാത്സംഗം ചെയ്ത മുസ്ലിം ലീഗ് നേതാവിനെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കുന്നുവെന്ന കാരണം പറഞ്ഞാണ് ചെങ്ങാനി വാർഡ് മെമ്പർ രാജിവെച്ചത്. രാജിവെച്ച മെമ്പറും കുറെ നാട്ടുകാരും പിന്തുണയ്ക്കുന്ന ജനകീയ മുന്നണിയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുള്ളത്. പാണക്കാട് തങ്ങളടുത്ത് പോയിട്ട് ലീഗിൻ്റെ മെമ്പർഷിപ്പ് വാങ്ങണമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന ആളുകളാണ്. ഇവിടെ വന്നു നോക്കിയപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ തലകീയായി മറിഞ്ഞ കോലത്തിലാണ്. പ്രതി സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇവിടുത്തെ ഇരക്ക് നീതിയില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ആ ഭാഗം മാറ്റിവെച്ച് ജനകീയ മുന്നണിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. CPM-ന്റെ പിന്തുണയും ജനകീയ മുന്നണിക്കാണ്. 242 വോട്ടിന് കഴിഞ്ഞ തവണ വിജയിച്ച വാർഡിൽ ഇത്തവണയും അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിക്കൊണ്ട് ഈ പ്രാവശ്യം UDF ആയിട്ട് ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 300 ചില്ലറ വോട്ടുകളുടെ ഭൂരിപക്ഷം ഈ വാർഡിലുണ്ട്. അതിനേക്കാളും ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ തട്ടകമായ വേങ്ങരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം. അതിനാൽ തന്നെ കണ്ണമംഗലം പഞ്ചായത്ത് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പ്രശ്നമായാണ് മുസ്ലിം ലീഗ് കാണുന്നത്. MK ഷുക്കൂർ, മീഡിയ 1, മലപ്പുറം.